ഈ ഒരു കിടു ഐറ്റം മാത്രം മതി നമുക്ക് 2 പ്ലേറ്റ് വരെ ചോറ് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇന്ന് ഞാൻ മുഴുവൻ പൊട്ടാറ്റോ ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു 5 ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ പൊട്ടാറ്റോനേക്കാളും ഏറ്റവും ബെറ്റർ ചെറിയ പൊട്ടാറ്റോ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് 5 പൊട്ടാറ്റോ ഇട്ടിട്ട് അത് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കാൻ പോവാണ്. ഗ്യാസ് എല്ലാം കത്തിച്ചു. ഞാനിതാ പൊട്ടാറ്റോ ഒക്കെ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി ഇത് ഹാഫ് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3/4 സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഞാൻ 1/4 സ്പൂൺ പെരിഞ്ചീരകവും ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ടാണ് 3 എണ്ണം. അഥവാ ചെറുതാണെങ്കിൽ ഒരു 4-5 ഒക്കെ എടുക്കാവുന്നതാണ്. കുരുമുളകും പെരിഞ്ചീരകവും ഞാൻ ഒന്നിച്ച് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കോൺഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഓൾറെഡി നമ്മൾ പൊട്ടാറ്റോയിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഫ്രൈക്ക് ആവശ്യമായ മസാല ദാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച പൊട്ടാറ്റോ ഒന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ പൊട്ടാറ്റോ ദാ ഹാഫ് കുക്കായിട്ടുണ്ട്. നമ്മളൊരു പോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക. ഞാനൊരു മീഡിയം ചൂടിലാണ് തോലൊക്കെ പൊളിച്ചെടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഓരോ പൊട്ടാറ്റയും നമ്മളിങ്ങനെ വരിഞ്ഞെടുക്കാൻ പോവാണ്. ഒന്ന് നന്നാക്കി ആഴത്തിൽ വരിഞ്ഞെടുക്കണേ. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മീൻ ആദ്യം വരിയൂല, അതുപോലെ തന്നെ പൊട്ടാറ്റയും വരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ പൊട്ടാറ്റോ അല്ലാതെ ഞാൻ മുഴുവനും വരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പൊട്ടാറ്റയിലും മുളക് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ വരിഞ്ഞെടുത്ത ആ പൊട്ടാറ്റോൻ്റെ സ്പേസ് ഇല്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നാക്കി മുളക് തേച്ച് പിടിപ്പിക്കണേ. അങ്ങനെ എല്ലാത്തിലും ഞാൻ മുളകൊക്കെ നന്നാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു 1/2 സ്പൂൺ മാത്രം. എന്നിട്ട് ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത്രയും മതിയേ. ഇനി ഞാനിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യിക്കാൻ പോവാണ്. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടെന്ന് തോന്നുന്നവർക്ക് പുറത്ത് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ഗ്യാസ് എല്ലാം കത്തിച്ച് ഒരു കുഴിയുള്ളൊരു പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. നമ്മൾ ഫ്ലാറ്റായ പാത്രം വെക്കുമ്പോൾ
പൊട്ടാറ്റോൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ ഒരു 2 ഭാഗം മാത്രം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നാടൻ ഐറ്റംസിന് നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. ഇനി വെളിച്ചെണ്ണ ഇല്ലാത്തവർ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 4 എണ്ണം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം 4 എണ്ണം ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടാറ്റോൻ്റെ 2 സൈഡും നന്നാക്കി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ 2 പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഞാൻ 4 പീസാക്കിയിട്ടാണ് കീറിയത്. എന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറും കറിവേപ്പിൻ്റെ ഫ്ലേവറും എല്ലാം ഈ പൊട്ടാറ്റോയിൽ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് എല്ലാം ഓഫാക്കി വയ്ക്കുക. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാൻ പോവാണ്. ഇതിലെ മുളകും കറിവേപ്പിലും എല്ലാം കോരിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പാണ് കട്ട് ചെയ്തെടുത്തത്, അത് ഇതിൻ്റെ മേലെ വെതറാണ്. അപ്പം നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ പീസാക്കിയിട്ടില്ല. പക്ഷേ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, സംഭവം സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ പൊട്ടാറ്റോ മാത്രം മതി ചോറ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായി വെച്ചിട്ടുള്ളത് ഉണക്കലാണ്. പിന്നെ ഈ പൊട്ടാറ്റോൻ്റെ മേലുള്ള പച്ചമുളകില്ല, അതൊക്കെ കൂട്ടി ചോറ് കുഴച്ച് തിന്നുമ്പോണ്ടല്ലോ നമ്മൾ ഒരു പ്ലേറ്റ് ചോറല്ല കേട്ടോ ഗൈസ് കഴിക്കുക, 2 പ്ലേറ്റ് ചോറ് വരെ കഴിച്ച് പോകും. ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് ഉണക്കലാണ്. പിന്നെ പപ്പടവും അച്ചാറുണ്ടെങ്കിലും ഒന്നും കൂടി സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ അടിപൊളി ഐറ്റം ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്